Hi all, welcome to I+. ഞാൻ അക്ഷര. ഇംഗ്ലീഷ് പെഡഗോജി ക്വസ്റ്റ്യൻസ് നമ്മൾ പല സെക്ഷനിലായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഏകദേശം നമുക്കൊരു ധാരണ വന്നു എന്താണ് ചോദിക്കുന്നത്, എന്തിനെക്കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നുള്ള ധാരണയൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെയൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ആ ഒരു മേഖല കുറച്ചും കൂടെ നമുക്ക് എന്താ സ്ട്രോങ് ആക്കി ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കി എടുക്കാം. അതിന് സഹായിക്കുന്ന 5 ചോദ്യങ്ങൾ ഇന്നത്തെ സെക്ഷനിലും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. Today Raju is very happy as he is going to school. He is the first from his family to come to school. None in his family, not even his parents, had ever been enrolled in any school. Raju is thus a dash ലാണ്. ഒരു പർട്ടിക്കുലർ സാഹചര്യം പറഞ്ഞേക്കാണ്. രാജു എന്താണ് സ്കൂളിലേക്ക് പോകുന്നതിൽ വളരെ ഹാപ്പിയാണ്. വലിയ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്ക്. രാജുവിൻ്റെ ഫാമിലിയിൽ നിന്ന് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന രാജുവാണ്. രാജുവിൻ്റെ പേരൻസ് പോലും ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ രാജു എന്ത് ലേണറാണ്? സംഗതി ഇത്രയേ ഉള്ളൂ. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരാളെ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ലേണറിനെ നമ്മൾ എന്താ പറയുക? ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, മാർജിനലൈസ്ഡ് മൈനോറിറ്റി. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അല്ല, അതിൽ തന്നെ ഉണ്ട്. ആദ്യമായിട്ട് പോകുന്നു. അപ്പം നമുക്കതിനെ എന്ത് പറയാം? ആദ്യമായിട്ട് ആ ഒരു തലമുറയിൽ നിന്ന് പഠിക്കാൻ പോകുന്ന ആളാണ്. അപ്പം നമുക്ക് എന്ത് പറയും? രാജു ഈസ് എ ഫസ്റ്റ് ജനറേഷൻ ലേണറാണ്. അപ്പോൾ അടുത്ത തലമുറയാകുമ്പോൾ അതിന് സെക്കൻഡ് ജനറേഷൻ എന്ന് നമുക്ക് പറയാം. മാർജിനലൈസ്ഡ് എന്നുള്ള പദം നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. കൂടുതൽ നമ്മൾ സോഷ്യൽ കോണ്ടെക്സ്റ്റിലൊക്കെയാണ് കേൾക്കുന്നത് അല്ലേ? എന്താണ് പാർശ്വവൽക്കരിക്കുക? അപ്പോൾ എന്താണ് ആ ഒരു മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകളെയാണ് നമ്മൾ മാർജിനലൈസ്ഡ് എന്ന് പറയുക. മൈനോറിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണത്? ന്യൂനപക്ഷമാണ്, എണ്ണത്തിൽ കുറവുള്ള ഗ്രൂപ്പാണ്. ഓക്കെ, അടുത്ത ചോദ്യം. When you go to teach, you find that the textbook begins with rhymes and pictures, stories, and ends with the alphabets. Which approach does this kind of arrangement suggest in language pedagogy? ഇതേ കാര്യം നമ്മൾ നേരെ തിരിച്ച് മറ്റൊരു ചോദ്യത്തിൽ മുമ്പൊരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ടെക്സ്റ്റ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം റൈം ആൻഡ് പിക്ചർ സ്റ്റോറീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ എൻഡ് ചെയ്യുന്നു? ആൽഫബറ്റിൽ എൻഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ നമ്മൾ ലാംഗ്വേജ് പെഡഗോജിയിൽ എന്താണ് പറയുന്നത്? ബോട്ടം അപ്പ് അപ്രോച്ച്, ഇക്ലെക്റ്റിക് അപ്രോച്ച്, ടോപ്പ് ഡൗൺ അപ്രോച്ച്, ഈസ്തറ്റിക് അപ്രോച്ച്. അപ്പോൾ ഇവിടെ നമുക്കറിയാം എന്താ ചെയ്യുന്നത്. നമ്മൾ മുമ്പുള്ള സെക്ഷനിൽ പറഞ്ഞ ചോദ്യം ഒന്ന് ഓർത്ത് നോക്കി. എന്തായിരുന്നു അവിടെ? നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ ബോട്ടം അപ്പ് എന്ന് മനസ്സിലാക്കി. അത് വെച്ചുകൊണ്ട് ഇവിടെ ഉത്തരം കണ്ടെത്താൻ സാധിക്കുമോ എന്ന് നോക്കിക്കേ. ഇവിടെ നമ്മൾ എന്താണ് ആ ഒരു റൈംസ് ആൻഡ് പിക്ചേഴ്സ് എന്നുള്ള വലിയ ഐഡിയയിൽ നിന്ന് ആൽഫബറ്റ് എന്നുള്ള ചെറിയ ഐഡിയയിലേക്ക് ചേരുകയാണെങ്കിൽ അവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്? നേരെ ഓപ്പോസിറ്റ്. എന്താണ്? ടോപ്പ് ഡൗൺ അപ്രോച്ച്. ടോപ്പിൽ നിന്ന് ഡൗണിലോട്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ആൽഫബറ്റ് എന്നുള്ള ഒരു സംഗതിയിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ടോപ്പിൽ നിന്ന് നമ്മൾ ഡൗണിലോട്ടാണ് വരുന്നത്. നേരെ തിരിച്ചായിരുന്നു അല്ലേ? ഒരു ചെറിയ കാര്യങ്ങളിൽ നിന്ന് പഠിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വലിയ കാര്യങ്ങളിലേക്ക് എത്തുവാണെങ്കിൽ അതെന്താണ്? ബോട്ടത്തിൽ നിന്ന് അപ്പിലോട്ടാണ്. എക്ലറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് എന്താണ്? നല്ലതായിട്ടുള്ള ഏതൊരു മേഖലയെങ്കിൽ അതിൽ നല്ലതായിട്ടുള്ള ചൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ചാണ്. ഈസ്തറ്റിക് എന്ന് പറയുന്നത് സൗന്ദര്യാത്മകമായിട്ടുള്ള അപ്രോച്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം. When language is learned naturally and without any systematic practice, it is called. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റാണ്, ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അക്വിസിഷനും ലേണിങ്ങും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ ചോദ്യങ്ങൾ വരും. പഴയ വീഞ്ഞ് തന്നെയാണ് പുതിയ കുപ്പിയിൽ അവർ ലേബലൊട്ടി ചേർക്കുന്നു എന്നേ ഉള്ളൂ. അതേ രീതിയിലൊരു ചോദ്യമാണ്. നോക്കിയേ. ലാംഗ്വേജ് ഈസ് ലേൺഡ് നാച്ചുറലായിട്ട് ലാംഗ്വേജ് ലേൺ ചെയ്യുവാണ്. സിസ്റ്റമാറ്റിക് പ്രാക്ടീസ് വേണ്ട. ഇറിഡേഷൻ, അക്വിസിഷൻ, അക്സെപ്റ്റൻസ് ആൻഡ് ലേണിംഗ്. അപ്പോൾ നമ്മൾ എന്താണ് നാച്ചുറലായിട്ട് ഒരു ഭാഷയെ മനസ്സിലാക്കുകയാണെങ്കിൽ അതിന് പറയുന്ന എന്താണ്? നമ്മൾ ലാംഗ്വേജിനെ എന്താ ചെയ്യുക? നമ്മൾ ലാംഗ്വേജിനെ അക്വയർ ചെയ്യുകയാണ്. ലാംഗ്വേജിനെ അക്വയർ ചെയ്യുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക? അക്വിസിഷനാണ്. ഇത് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതല്ല, അൺകോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലാംഗ്വേജിനെ മനസ്സിലാക്കുന്നു, നാച്ചുറലി
റെഗുലർലി പഠിക്കുന്നു, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസും വേണ്ട. നമ്മുടെ മാതൃഭാഷ നമ്മളിങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താണോ നമ്മളതിൽ പ്രൊഫഷ്യൻ്റ് ആയത്? അല്ല, നമ്മൾ നാച്ചുറലി എന്താണ് ആ പ്രൊഫഷ്യൻസി നേടിയെടുത്തതാണ്. കോൺഷ്യസ് ആയിട്ട് വേണം ഇന്ന് എനിക്ക് എൻ്റെ മാതൃഭാഷ പഠിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടല്ല നമ്മളിരുന്നത്. നമ്മളല്ലാതെ തന്നെ എന്ത് ചെയ്തു? അൺകോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ ആ ഒരു ലാംഗ്വേജ് നമ്മൾ സാഹിത്യമാക്കി കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ സിസ്റ്റമാറ്റിക് സ്റ്റെപ്പുകളൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്തു? നമ്മളത് പഠിച്ചു, നമ്മളത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ലേണിംഗ് വരുമ്പോഴത്തേക്ക് ലേണിംഗ് നേരെ തിരിച്ചാണത്. കോൺഷ്യസ് പ്രോസസ്സാണ്. എനിക്കൊരു കാര്യം പഠിക്കണം. ഇപ്പം നമ്മൾ നമ്മുടെ മാതൃഭാഷ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി, സംസാരിക്കുന്നു, സ്കൂളിലോട്ട് ചെല്ലുന്നു. അപ്പോൾ അവരെന്താണ്? ഒരു സെക്കൻഡ് ലാംഗ്വേജ് നമ്മളെ പഠിപ്പിക്കുന്നു. കോൺഷ്യസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു. അതിനെ നമ്മൾ എന്താ പറയുക? ലേണിംഗ് എന്നാണ് പറയുക. അടുത്ത ചോദ്യം. One of the important features of Dash is that the learners solve problems collectively, either in a pair or in a group. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഒരു സ്ഥിരം ചോദിച്ച് കാണുന്ന കുറച്ച് ടേംസ് ഉൾപ്പെടുത്തിയിട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. അതിന് തന്നെ നമുക്ക് ക്ലൂ തന്നിട്ടുണ്ട്. എന്തിൻ്റെ ഒരു ഫീച്ചറാണ്? എന്താ? സോൾവ് പ്രോബ്ലംസ് കളക്റ്റീവ്ലി. പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നു? ഇവിടെ കളക്റ്റീവായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് പെയറായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഏത് ടൈപ്പിൽ ഉൾപ്പെടുന്നതാണ്? ഓപ്ഷൻസ് നോക്കാം. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്, ബിഹേവിയറിസ്റ്റ് അപ്രോച്ച്, വേൾഡ് ലാംഗ്വേജ് അപ്രോച്ച്, സ്ട്രക്ചറൽ അപ്രോച്ച്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാമല്ലേ, കമ്മ്യൂണിക്കേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ തീർച്ചയായിട്ടും അവിടെ ഒരു ആശയവിനിമയം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പെയറായിട്ടും പിന്നെന്താണ് ഗ്രൂപ്പായിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്തിൻ്റെ ഫീച്ചറാണ് ഇത്തരത്തിൽ കളക്റ്റീവ് പ്രോബ്ലം സോൾവിങ്? കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് ആണ്. ചോദ്യപേപ്പറുകളിൽ എപ്പോഴും വിശദമായിട്ട് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് കാണില്ല, CLT എന്നായിരിക്കും കാണുക. CLL എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ലേണിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലൂടെ ലാംഗ്വേജ് ടീച്ച് ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് എന്നും, ലേൺ ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് നമ്മൾ പറയും. അപ്പം ഇതോടൊപ്പം തന്നെ പെട്ടെന്ന് ഓർമ്മ വന്ന 2 ടേംസും കൂടെ പറഞ്ഞുതരാം. CALL-ഉം MALL-ഉം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ടേംസാണ്. CLL പറഞ്ഞപ്പോഴാണ് CALL-നെ പറ്റി ഓർത്തത്. CALL കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടല്ല. എന്താണ്? കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലാംഗ്വേജ് ലേണിംഗ് ആണ്. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയുള്ള ലാംഗ്വേജ് ലേണിങ്ങിനെ പറയുന്ന പേരാണ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലാംഗ്വേജ് ലേണിംഗ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ പുതിയ പഠന രീതികളോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ടെക്നോളജിയുടെ ഒരു കടന്നുവരവോടുകൂടി പുതിയ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാനും സാധിച്ചിട്ടുണ്ട്. അതിന് സഹായിച്ചിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡാണ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലാംഗ്വേജ് ലേണിംഗ്. അപ്പോൾ അതുമായിട്ട് ചേർത്തുകൊണ്ട് തന്നെ റീസെൻ്റ്ലി വന്നിട്ടുള്ള മറ്റൊരു ടേമാണ് MALL. ലുലുമാളൊന്നും അല്ല. എന്താണ് അത്? മൊബൈൽ അസിസ്റ്റഡ് ലാംഗ്വേജ് ലേണിംഗ്. നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ലാംഗ്വേജ് പഠിച്ചു. ഇപ്പം നമുക്ക് എന്താണ്? നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. മൊബൈലിൻ്റെ സഹായത്തോടു കൂടിയുള്ള ലാംഗ്വേജ് ലേണിങ്ങിനെ നമ്മൾ എന്താ പറയുക? MALL മൊബൈൽ അസിസ്റ്റഡ് ലാംഗ്വേജ് ലേണിംഗ്. CLL കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ലേണിംഗ്. CLT കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്. CALL കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലാംഗ്വേജ് ലേണിംഗ്. MALL മൊബൈൽ അസിസ്റ്റഡ് ലാംഗ്വേജ് ലേണിംഗ്. നമുക്ക് വേണമെങ്കിൽ എന്താ ഇത് 4 എണ്ണമൊക്കെ ഒരു ഓപ്ഷനായിട്ട് കൊടുക്കാൻ കൊള്ളാവുന്ന കുറച്ച് ഓപ്ഷൻസ് ആണല്ലേ. നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടാനായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഇതുപോലൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. While preparing a lesson plan on the topic pollution, what will be your first step? നമ്മൾ പൊല്യൂഷനെ കുറിച്ചൊരു ലെസൺ പ്ലാൻ തയ്യാറാക്കുകയാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇംഗ്ലീഷ് കരിക്കുലം എന്ന് പറയുന്നത് എന്താണ്? ഇഷ്യൂ ബേസ്ഡ് ആണ്. എൻവയോൺമെൻറ്റൽ ഇഷ്യൂസൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? പൊല്യൂഷനെ കുറിച്ചുള്ള ഒരു കാര്യം കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പ്രിപ്പയർ ഇൻട്രൊഡക്ടറി ക്വസ്റ്റ്യൻസ്, ഗോ ത്രൂ ദ ടോപ്പിക്സ് മെനി ടൈംസ്, സെലക്ട് ടീച്ചിങ് നീഡ്സ്, ഫ്രെയിം ഒബ്ജക്റ്റീവ്സ്. 4 കാര്യങ്ങൾ നോക്കിയാലും 4ഉം നമുക്ക് വേണം. എന്നാൽ എന്താ? ആദ്യം എന്ത് വേണമെന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും നമ്മൾ ഇൻട്രൊഡക്ടറി ക്വസ്റ്റ്യൻസ് കുട്ടിയോട് എന്താണ് ക്ലാസ് തുടങ്ങുമ്പോൾ നേരെ എടുത്ത് വെച്ച് പഠിപ്പിക്കുകയല്ലോ. നമ്മളൊരു റാപ്പോ ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ പിള്ളേരോട് ചോദിക്കാറുണ്ട്. അത് ആവശ്യമാണല്ലേ. പിന്നെന്താ? ടോപ്പിക്കിലൂടെ നമ്മൾ പലവട്ടം കടന്നു പോയേ പറ്റൂ. കാരണം ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ഓടിപ്പോയി പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? പലവട്ടം റിസർച്ച് നടത്തിയിട്ട് വേണം പോകാനായിട്ട്. ടീച്ചിങ് നീഡ്സുകളൊക്കെ നമ്മൾ എന്താണ് സെലക്ട് ചെയ്യണം. ഏതൊക്കെ ടീച്ചിങ് നീഡാണോ ഇവിടെയൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യും.
ചെയ്യണം. പക്ഷേ അതിനേക്കാൾ മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫ്രെയിം ഒബ്ജക്റ്റീവ്. ഞാൻ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം പഠിപ്പിക്കുന്നത് കൊണ്ട് കുട്ടിയിൽ എന്ത് ചേഞ്ചാണ് വരേണ്ടത്, എന്ത് ബിഹേവിയറൽ ചേഞ്ചാണ് വരേണ്ടത് എന്നുള്ള ഒബ്ജക്റ്റീവ് ഞാൻ ആദ്യം സെറ്റ് ചെയ്യണം. എപ്പോഴും ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ബിഹേവിയറൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അത് പോസിറ്റീവായിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ച് ആവണം. അല്ലാതെ കുട്ടിയുടെ സ്വഭാവം മാറ്റുക അതല്ല ഉദ്ദേശിക്കുന്നത്. കുട്ടിയിലേക്ക് എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ ഇൻകൾക്കേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ കുട്ടി വളർന്ന് വലിയൊരു പൗരനാകുന്ന സമയത്ത് എന്താണ്? ഇത്തരം ബോധം ഉള്ള ഒരു വ്യക്തിയായി തീരാനായിട്ടാണ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്റ്റേജിൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെക്ഷനിലുള്ളത്. മറ്റ് സെക്ഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.